ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഒരു ട്രഡീഷണൽ മലബാർ ഡിഷാണ്. പണ്ട് ശരിക്കും പറഞ്ഞാൽ ബനാന ലോഫിന്റെ ഒക്കെ ഒരു പൂർവിക സ്നാക്ക് അല്ലെങ്കിൽ കേക്ക് എന്ന് പറയാം. പണ്ട് പറഞ്ഞാൽ ബേക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ താഴെ മുകളിൽ കനലിട്ടിട്ടല്ലേ ചെയ്തിരുന്നത്, അതേപോലെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ അത് നമുക്ക് നോൺ സ്റ്റിക് പാൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ചെയ്യാം. പിന്നെ ഉള്ളത് മൈക്രോവേവിൽ വേണമെങ്കിലും ചെയ്യാം. മൈക്രോവേവിൽ 6 minutes ആണ്, അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല റെസിപ്പിയാണ്. എന്താ പറയുക, അത് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഒരു ബനാനയാണെങ്കിൽ 2 eggs അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 നേന്ത്രപ്പഴം, നേന്ത്രപ്പഴം 4ആയിട്ട് കീറിയിട്ട് ചെറുതാക്കി മുറിക്കുക. രണ്ട് പഴമാകുമ്പോൾ 4 മുട്ട, 7 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ഏലക്ക. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ ഏലക്ക വെറുതെ കൈ കൊണ്ടിങ്ങനെ പാൻ ചൂടായിട്ട് പാൻ ശ്രദ്ധിക്കുക. ഇതിന് അടിയിൽ പരന്നിട്ടുള്ള എന്നാൽ സൈഡ് ഒരേ ലെവലിൽ. സാധാരണ നമ്മൾ കടായിയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക, അങ്ങനെയല്ല. ഇതിങ്ങനെ തന്നെ സൈഡ് ഒരേപോലെ ഹൈറ്റിൽ വരുന്ന പാത്രത്തിലാണ് ചെയ്യുക. അടിയിൽ പരന്ന നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. പണ്ടൊന്നും നോൺ സ്റ്റിക്ക് പാനിലല്ല കേട്ടോ. നെയ്യ് ഒഴിക്കുക. നെയ്യ് 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതിലേക്ക് കാഷ്യൂ, കാഷ്യൂ ഒരുവിധമായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കിസ്മിസ്. ഇതിലേക്ക് 2 ചെറുതാക്കി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം. ഇത് നന്നായിട്ട് ഈ നെയ്യിൽ വഴറ്റണം. ഇത് പഴം വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം. ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുക. ഒട്ടും ഉടയ്ക്കാതെയും ചെയ്യാം. ഒന്ന് ഉടച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് നെയ്യെല്ലാം അതിലേക്ക് ചേരും. ചെറുതായിട്ട് ഉടച്ചാൽ മതി, അങ്ങനെ പേസ്റ്റ് ആക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ എത്ര ഉടയ്ക്കാൻ പറ്റുന്ന അത്ര ഉടച്ചാൽ. നന്നായിട്ട് ഉടച്ചു. ഈ കുറച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യണേ. അപ്പോൾ ഉടഞ്ഞിട്ടുണ്ട്. മുട്ട വെറുതെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ടേ ഉള്ളൂ. മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക എഗ് ബീറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല. വെറുതെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേ പഞ്ചസാര എല്ലാം അരിഞ്ഞിട്ടുണ്ടാവും. കുറച്ച് അലിയാതെ പഞ്ചസാര ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കുക്കാകുമ്പോൾ ശരിയായിരിക്കും. 2 നേന്ത്രപ്പഴത്തിലേക്ക് 4 മുട്ട, അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. ഒരു പഴത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ചെറിയ തീയിലാണുള്ളത്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് വെച്ചിട്ട് നമ്മളെടുത്തിട്ട് ഒന്ന് മറിച്ചിടുകയും കൂടെ ചെയ്യാം. അപ്പോഴേക്കും എല്ലാ ഭാഗമായിട്ടുണ്ടാകും. മുകളിലൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് മറിച്ചിടാം. നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴേ കുറച്ച് സ്റ്റിഫായ പോലെ ഉണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങനെ ഒരു എന്താ പറയുക അമർന്ന് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എഗ്ഗ് കുക്കായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഏറ്റവും ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ സ്റ്റൗവിൽ ഏറ്റവും ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇനി ഇത് കമഴ്ത്തി എടുക്കുക. ഇത് നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്കൊന്ന് കമഴ്ത്തിയിടുക. ഇതിങ്ങനെ ആയാലും കുഴപ്പമില്ല, എന്നാലും മോൾ ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഓഫാക്കാം.
നല്ല ഭംഗിയിൽ നല്ല കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. നമുക്കിത് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് പറയണം. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. മൈക്രോവേവ് ഓവനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ട്. മൈക്രോവേവ് ഓവൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ